ഈ അലഹാബാദ് ഹൈക്കോടതിയുടെ ഇന്നത്തെ വിധി, അതായത് ഈ പൂജ അനുവദിച്ചുകൊണ്ട് ജില്ലാ കോടതിയുടെ വിധി വന്ന അന്ന് തന്നെ ആക്ഷൻ മസ്ജിദ് കമ്മിറ്റി ഹൈക്കോടതിയിൽ അപ്പീൽ കൊടുത്തിട്ടുണ്ട്. അന്നത് വിധി പറയാൻ മാറ്റുന്നു എന്ന് പറഞ്ഞിട്ട് മാറ്റിവെച്ചതാണ്. ഇന്നിപ്പോൾ ഒരു പ്രയാസവുമില്ലാതെ പൂജ തുടരാൻ വിധി വന്നിരിക്കുന്നു. ഇതിൽ നമ്മൾ ഒരു നിയമ നടപടിയുടെ തുടർച്ചയായിട്ട് കാണണോ അതോ ഒരു ഭരണകൂടത്തിൻ്റെ ഗീതത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ജുഡീഷ്യറി ആയിട്ട്? നമ്മളിപ്പോൾ കാണുന്നൊരു ഇതിൻ്റെ അകത്ത് ഗ്യാൻ ബാബിയുടെ അകത്ത് നമ്മൾ കാണുന്ന കാര്യം, ഈ എന്താണോ ബാബറി മസ്ജിദിൽ നടന്ന ആ നീക്കങ്ങളുടെ ഒരു പാറ്റേൺ, ആ പാറ്റേൺ ഇതിൻ്റെ അകത്ത് നമുക്ക് കാണാൻ പറ്റും. അതിൽ കോടതി വിദഗ്ധമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ആ കോടതി വിദഗ്ധമായി ഉപയോഗിച്ച രീതിയിൽ തന്നെ ഇതിൽ ആവർത്തിക്കണം. കാര്യം വളരെ താഴെത്തട്ടുള്ള കോടതിയിൽ നിന്നാണ് മജിസ്ട്രേറ്റിൻ്റെ ഉത്തരവ് പ്രകാരമാണ് ഈ രാംലാലയുടെ വിഗ്രഹങ്ങളിലൂടെ കടത്തിയ ബാബറി മസ്ജിദിൻ്റെ ആ ചരിത്രം. അതിന് സമാനമായിട്ടുള്ള രീതിയിൽ തന്നെ ചില പ്രവർത്തനങ്ങൾ ഇതിൻ്റെ അകത്തും കാണാൻ പറ്റും. ഇതിൻ്റെ അകത്തുള്ളൊരു പ്രധാനപ്പെട്ട കാര്യമൊന്നും രാജീവ് സൂചിപ്പിച്ചതിനാണ്. 91 ഈ പ്ലേസ് ഓഫ് വർഷിപ്പ് ആക്ട് അത് ഈ രീതിയിൽ എക്സ്പോസ് ചെയ്യപ്പെടുകയും കോടതി തന്നെ അതിലൊരു തരത്തിൽ ഒരു ഇടപെടൽ നടത്തിക്കൊണ്ട് ആ ഒരു എന്താ പറയുക, അതിനെ ഒരു തരം അത് ഇല്ലിജിറ്റിമൈസ് ചെയ്യുകയാണ് ആ നിയമത്തെ. ആ നിലയിൽ പുതിയ വ്യാഖ്യാനങ്ങൾക്ക് സാധ്യത തുറക്കുകയാണ്, പുതിയ പ്രശ്നങ്ങൾ സാധ്യത തുറക്കുക. ഇത് ഇവിടെ തന്നെ നിൽക്കുമെന്ന് നമുക്കറിയാൻ പറ്റില്ല. അപ്പോൾ ഈ 91 ഈ നിയമപ്രകാരം വളരെ കൃത്യമായിരുന്നു അതിൻ്റെ അകത്ത്. ഇത് എന്തുകൊണ്ടാണ് നമ്മൾ ചരിത്രം സമീപിക്കുന്ന രീതിയിലും ഒക്കെ തന്നെ ഒരു കൃത്യത വരുത്തിയതായിരുന്നു അതിനെ സംബന്ധിച്ചിടത്തോളം. 47 സ്വാതന്ത്ര്യത്തോട് ശേഷമുള്ള ഒരു പുതിയ രാജ്യത്തിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള ഒരു പുതിയ സെക്കുലർ രാഷ്ട്രം എങ്ങനെയാണ് ഈ പ്ലേസ് ഓഫ് വർഷിപ്പ് കാണുന്നതിനെക്കുറിച്ച് വ്യക്തതയായിരുന്നു അതിൻ്റെ അകത്തുണ്ടായിരുന്നത്. പ്രത്യേകിച്ച് ബാബറി മസ്ജിദിൻ്റെ തകർച്ച, ബാബറി മസ്ജിദ് ഈ രാമപൂജയുടെയൊക്കെ ഭാഗമായിട്ട് അദ്വാനിയുടെ രഥയാത്രയുടെ ഭാഗമായിട്ടുണ്ടായ വലിയ വിവാദങ്ങളായിട്ടുള്ള റെസ്പോൺസ് കൂടിയാണെങ്കിലും അതിനകത്തൊരു കൃത്യത ഉണ്ടായിരുന്നു. സെക്കുലർ സ്റ്റേറ്റ് എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്ന കൃത്യത അതിൻ്റെ അകത്തുണ്ടായിരുന്നു. അത് പരിപാലിക്കാൻ ബാധ്യതപ്പെട്ട ജുഡീഷ്യറി തന്നെയാണ്. അതും സുപ്രീം കോടതിയിൽ ജുഡീഷ്യൽ റിവ്യൂവിന് നിയമം വിധേയമായിട്ടില്ല, ആ നിലയിലല്ല വന്നിട്ടില്ല. മറിച്ച് ഈ നിയമത്തിനെ മറികടന്നുകൊണ്ട് തന്നെയാണ് ഇത്തരം തീരുമാനങ്ങൾ വരുന്നത്. അപകടകരമായൊരു രാഷ്ട്രീയം തന്നെയാണ് ഇതിൻ്റെ അകത്ത് നമ്മൾ കാണേണ്ടത്. അപ്പോൾ ജുഡീഷ്യറി വിദഗ്ധമായി ഉപയോഗിച്ചുകൊണ്ട് ഇത്തരം കാര്യം നടപ്പാക്കാൻ പറ്റും എന്നുള്ളത് മാത്രമല്ല, ഇതിൻ്റെയൊക്കെ റിപ്പോർട്ട് നമ്മൾ കാണുന്നത് തന്നെ ഒരു ഇതുണ്ട്. രണ്ട് സൈഡ് നിലയ്ക്ക് ആ പോളറൈസേഷൻ കൃത്യമായി അവർക്ക് ജുഡീഷ്യറി നടപ്പാക്കുന്നുണ്ട്. അതിപ്പോൾ ഏത് കാര്യം എടുത്താലും, അതിപ്പോൾ മൃഗങ്ങൾക്ക് പേരിടുന്ന കാര്യം ആ പോളറൈസേഷൻ കൊണ്ടുവരാനുള്ള വിദഗ്ധമായ ഈ ഒരു സംവിധാനം ഇവർക്ക് പ്രവർത്തിക്കുന്നുണ്ട്. അതാണ് അതിൽ ഏറ്റവും ആശങ്കപ്പെടേണ്ട കാര്യം. കോടതി ഉപയോഗിക്കുന്നു, നിയമങ്ങൾ അട്ടിമറിക്കുന്ന വഴി തീർച്ചയായിട്ടും മറ്റു രീതിയിൽ തന്നെ പ്രതിസന്ധിയിലായിട്ടുള്ള മുസ്ലിം സമുദായത്തിന് കോടതി ആശ്രയിക്കാൻ പറ്റാത്ത രീതിയിൽ, കാര്യം ഒരു തിക്താനുഭവങ്ങൾ അവർക്ക് നിരവധി ഉണ്ടാകുന്ന സമയത്ത് അതൊരു നിരാശ്രയ സ്ഥിതിയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു അപകട സ്ഥിതിയുമുണ്ട്. ഒപ്പം തന്നെ നമ്മുടെ ഇവരുടെ BJPയുടെ ക്യാമ്പയിൻ തന്നെ വളരെ സവിശേഷമായിട്ട് രാജ്യം ശ്രദ്ധിച്ചു കാണാം. അതിൻ്റെ അകത്ത് ഒരു ഭാഗത്ത് നരേന്ദ്രമോദി ഇലക്ഷൻ ക്യാമ്പയിനെ ബന്ധപ്പെട്ട് സബ്കാ വികാസ് സബ്കാ സാത്ത് എന്ന് പറഞ്ഞുള്ള ക്യാമ്പയിനും അതുപോലെ തന്നെ ഗുണഭോക്താവ് പദ്ധതികൾ അനൗൺസ് ചെയ്യുമ്പോൾ, മറുഭാഗത്ത് നമ്മൾ കാണുന്നത് BJPയുടെ തന്നെ മറ്റ് യന്ത്രങ്ങൾ, മറ്റ് ഉപകരണങ്ങളും മറ്റ് സംവിധാനവും. അപ്പോൾ ആ വിദഗ്ധമായ ഡിപ്പാർട്ട്മെൻറ്റലൈസേഷൻ പൊളിറ്റിക്സിൻ്റെ അവർ വളരെ വിദഗ്ധമായി ഉപയോഗിക്കുന്നുണ്ട്. ഒരു ഭാഗത്ത് ഗവൺമെൻറ് മിഷണറി ഈ നിലയിലെ ഗുണഭോക്ത രാഷ്ട്രീയം പറയുക, മറുഭാഗത്ത് വളരെ ഡിപ്പാർട്ട്മെൻറ്റലൈസ് ചെയ്യപ്പെട്ട പൊളിറ്റിക്സിൻ്റെ ഭാഗമായിട്ട് ഇവർ നിരവധി സംഘടനകൾ, RS മാത്രമല്ലല്ലോ ഇതിപ്പോൾ, നിരവധി സംഘടനകൾ, ഇതിനോട് ചേർന്ന വ്യക്തികൾ തന്നെ ഈ രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ട് ബാബറി മസ്ജിദിൻ്റെ ശേഷം രാമക്ഷേത്ര നിർമ്മാണത്തിനോട് തീരുന്നില്ലെന്നും കാശിയും മധുരയും മുന്നോട്ട് വെച്ചുള്ള പുതിയ രാഷ്ട്രീയം. അപ്പോൾ ഇത് വീണ്ടും ഹിന്ദുരാഷ്ട്രത്തിൻ്റെ ചുരുൾന്ന് വരികയാണ്. അടുത്ത ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഇവർ മുന്നോട്ട് വയ്ക്കുന്ന ആ ഹിന്ദുരാഷ്ട്രത്തിന് ചുരുൾന്ന് വരുന്നതിൻ്റെ ഒരു രാഷ്ട്രീയമാണ് മുന്നോട്ട്. അപ്പോൾ ഈ ഗോത്രരാഷ്ട്രീയ ഒരു ഭാഗത്ത് പറയുമ്പോൾ, ഈ ബെനിഫിഷ്യറി പൊളിറ്റിക്സ് ഒരു ഭാഗത്ത് പറയുമ്പോൾ, മറുഭാഗത്ത് ഇവരുടെ ഹിന്ദുത്വത്തിൻ്റെ ഏറ്റവും കോറായിട്ടുള്ള ഒരു തീവ്ര രാഷ്ട്രീയം മറുഭാഗത്ത് അവതരിപ്പിക്കുകയും ചെയ്യുക. അതുപോലെ ഒരു കാര്യം കൂടി രാജീവിനോട് ശ്രദ്ധിച്ചറിയാൻ പറ്റുന്ന കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിൽ ഈ ആർക്കിയോളജി സർവേ ഓഫ് ഇന്ത്യക്ക് സർവേ നടത്താനുള്ളതൊക്കെ തന്നെ ഇതൊക്കെ പ്ലേസ് ഓഫ് വർഷിപ്പ് ആക്ടിനെതിരാണ്, ഇതൊക്കെ തന്നെ തത്വത്തിനെതിരാണ്. പക്ഷേ ഈ നമ്മൾ 16-ാം നൂറ്റാണ്ടിലെ ഒരു ചരിത്രം വെച്ചുകൊണ്ട് നമുക്ക് അത് ബാബറി മസ്ജിദിൻ്റെ കാര്യത്തിൽ പ്രസക്തമാണ്. കാര്യം പല ഡിബേറ്റുകളുണ്ട്, ആർക്കിയോളജിയുമായി ബന്ധപ്പെട്ട ഡിബേറ്റുകൾ. അതിലേക്ക് പോകുന്നതിൽ വലിയ അർത്ഥമില്ല. കാര്യം 16-ാം നൂറ്റാണ്ടിലെ സെക്കുലർ രാഷ്ട്രീയത്തിലല്ലോ അല്ലെങ്കിൽ ഒരു സവിശേഷ സാഹചര്യത്തിലല്ലോ നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ആ ഒരു ഡിബേറ്റ് സെക്കുലർ മേഖലയിൽ തന്നെ വരുന്നതിൽ തന്നെ എനിക്ക് ഒരു ചെറിയ ആശങ്കയുണ്ട്. കാരണം അങ്ങനത്തെ ഉയർത്തേണ്ട ആവശ്യമില്ല ഇതിൻ്റെ അകത്ത്. കാര്യം അത്ര സെക്കുലർ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട് ഉദാഹരണത്തിന് ചില വളരെ പയസ്സായിട്ടുള്ള എന്നാൽ സെക്കുലറായിട്ടുള്ള പല ആൾക്കാർ തന്നെ പറയുന്നത് കാര്യം, ഈ ക്ഷേത്രങ്ങൾക്ക് വിട്ടുകൊടുക്കുക എന്നർത്ഥത്തിലൊക്കെ ഒരു വളരെ പയസ്സായ പൊളിറ്റിക്സാണ്. ഞാൻ അവരെ ആദരിക്കുന്നു, അത്തരമൊരു എന്താ പറയുക, അങ്ങനെ സായ പൊളിറ്റിക്സ് ബിരിയാണിക്ക് വന്നോട്ടെ അതിനെക്കുറിച്ച്. പക്ഷേ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് നിയമത്തെ അനുസരിക്കുന്നില്ല എന്നുള്ള അങ്ങനത്തെ ഒരു പയസ് പൊളിറ്റിക്സ് നന്നായിരിക്കാം, വ്യക്തികളുടെ എത്തിക്സിൻ്റെയൊക്കെ ഭാഗമായിട്ട് നമ്മൾ അംഗീകരിക്കാം. പക്ഷേ അത്തരം പയസ് പൊളിറ്റിക്സ് അല്ല
നിയമാനുശാസിക ചില ഘടകങ്ങളുണ്ട്, അതനുസരിച്ച് റിപ്പബ്ലിക് നിലനിൽക്കാൻ പറ്റുള്ളൂ. അതിനെ ലംഘിക്കാൻ ഒരു പഴസ് പൊളിറ്റിക്സും അതിൻ്റെ പുറത്ത് വർക്ക് ചെയ്യുന്നത് അർത്ഥമില്ലാത്ത കാര്യം. അപ്പോൾ അതുകൊണ്ട് അത്തരം പൊളിറ്റിക്സും പലതരത്തിൽ വരുന്നത് സെക്യുലർ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത് പലപ്പോഴും പറയപ്പെടുന്നത്. അത് വാസ്തവത്തിൽ ചെയ്യുന്നത് വീണ്ടും ഇത് കൂടുതൽ വിഭാഗീയമായ രാഷ്ട്രീയത്തിന് അവസരം നൽകുക ചെയ്യുന്നത്.